ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പർച്ചേസിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പണ്ണീൻ്റെ ബർത്ത്ഡേ മാർച്ച് 4-നാണ്. അപ്പോൾ അതിനുള്ള ചെറിയൊരു പർച്ചേസ്, ഒരു ഫോട്ടോഷൂട്ടിന് ഒരു പർച്ചേസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കുറുമ്പൻസ് അച്ഛനും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുഞ്ഞിപ്പണ്ണ് ദാസിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആളിതൊക്കെ അറിയാതെയൊക്കെ ഇരിക്കുന്നുണ്ട്. ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞാനും കുറുമ്പൻസും കൂടി ഒരു വണ്ടിയിലും അച്ഛൻ്റെ ഒരു വണ്ടിയിലും പുറകിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് പാലക്കാടാണ്. നമ്മളിത് പാലക്കാട് മാർക്കറ്റ് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് ആദ്യം നമ്മൾ പോകുന്നത് ഡെക്കറേഷൻസിനുള്ള ഐറ്റംസ്. ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേൻ്റെ ബലൂണും അങ്ങനെ കുറച്ച് ഐറ്റംസ് മേടിക്കാൻ വേണ്ടി. ബർത്ത്ഡേ ദിവസം ഉള്ളതല്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് ഫോട്ടോഷൂട്ടിനുള്ള ഐറ്റം മേടിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്താ മാർക്കറ്റിലുള്ള പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്യാമറമാൻ നമ്മുടെ വസ്സുമാണ് കേട്ടോ. വസ്സുകുട്ടി ഇതാ പുറകിലിരുന്ന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതിന് മുന്നും ഞങ്ങൾ ഇവിടെ വന്നൊരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം ഹോൾസെയിൽ റേറ്റിന് നമുക്ക് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ. കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡെക്കറേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാർക്കറ്റിൻ്റെ പാലക്കാട് മാർക്കറ്റിനകത്ത് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ് പൂ മാർക്കറ്റിനകത്ത് ഈ കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ആ വണ്ടി പാർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ട് പാർക്ക് ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതായ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ പോയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വാങ്ങണമെന്ന് തന്നെ ആകെ ഒരു ഇതായിരുന്നു. ഫുൾ തിരക്കായതുകൊണ്ട് ഒന്നും നോക്കാനുള്ളൊരു സമയമില്ല. പിന്നെ അവിടെ പോയതും കുറുമ്പൻസ് ഓരോ സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അത് എടുക്കാൻ തുടങ്ങി. ലൈറ്റ് എത്തുന്ന കണ്ണാടി, കുഞ്ഞിപ്പണ്ണിൻ്റെ ബർത്ത്ഡേക്കുള്ള സാധനം മേടിക്കാൻ വന്നതാണെങ്കിലും കുറുമ്മമാരാണ് കണ്ണടയും മുഖംമൂടിയൊക്കെ എടുക്കാൻ വേണ്ടി എല്ലാം അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ എന്താ ഓരോ ഐറ്റംസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടി സാധനം എടുക്കാൻ വേണ്ടി അപ്പോൾ ദച്ചൂസിന് കന്നഡ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കന്നഡ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വേണ്ടത്, എങ്ങനെയാണ് വേണ്ടതെന്നൊരു പ്ലാനൊന്നും സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ കുഞ്ഞിപ്പെണ്ണ് വെക്കാനുള്ള ജസ്റ്റ് ആ കിരീടമൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ ഒരു വൈറ്റിൻ്റെ അതാണ് എടുത്തത്, സിൽവർ കളറ്, പിന്നെ ഒരു തൊപ്പി, പിന്നെ ഹാപ്പി ബർത്ത്ഡേ ബലൂണ്. അപ്പോഴത്തേക്കും കുറുമ്പന് ഈ ഒരു മുഖംമൂടി കാണുന്നുണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഇതില്ലാതെ വേറെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇതും കൂടി മേടിച്ചു നോക്കി. പറഞ്ഞാൽ പിന്നെ കേൾക്കില്ല, വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കരച്ചിൽ ഇതൊക്കെ എത്തിയ ആൾ മൂഡ് ഓഫ് ആയപ്പോൾ പിന്നെ ഇതങ്ങ് മേടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇനി ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനുള്ളത്. പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു അനിയത്തിക്കുട്ടിയുണ്ട്, രാജി. അപ്പോൾ അവളാണ് സെലക്ട് ചെയ്യാൻ വേണ്ടി വരുന്നത് കേട്ടോ. നമ്മളപ്പോൾ ഇപ്പോൾ വന്നേക്കുന്നത് സ്റ്റുഡിയോയിലാണ്, പാലക്കാട് സ്റ്റുഡിയോയിൽ. അപ്പോൾ നമ്മളിതാ വസുക്കുട്ടിയുണ്ട്, അച്ഛനുണ്ട്, നമ്മുടെ ദച്ചുപാപ്പയുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ പ്രീ ബർത്ത്ഡേ ഷൂട്ടിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ്. എനിക്കിഷ്ടമുള്ളത് ഞാൻ എടുക്കും. ആ ശരി, ഇഷ്ടമുള്ളത് പറയാൻ പറ്റും. അമ്മ പറയണില്ല, ജീൻസാണ് നമ്മൾ എടുക്കണം. എൻ്റെ മക്കൾ ഇങ്ങനത്തെ ജീൻസാ? നോ, അതാ നല്ല പരിചയം കാണുന്നു ദച്ചൂസ്. ഹായ്. ഏത് വേണം? തെച്ചൂസ് പിന്നെ ഓടി നടന്നിട്ട് എല്ലാ ഡ്രസ്സും വേണമെന്ന് പറഞ്ഞെടുത്ത് കയ്യിൽ ബാഗിലൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ അനിയത്തിക്കുട്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജി വന്നിട്ടുണ്ട്. അപ്പോൾ രാജി ഇതാ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ക്യാമറാമാൻ നമ്മുടെ തെച്ചുക്കുട്ടിയാണ് കേട്ടോ. നിങ്ങൾക്കറിയാം, തെച്ചുക്കുട്ടി ആകുമ്പോൾ ഇങ്ങനെ സൂം ചെയ്തിട്ടോ അല്ലാതെയൊക്കെ എടുത്തിട്ട് കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിലും എന്നാലും അവ എടുത്തല്ലോ, അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ വൈറ്റും, ഞങ്ങൾ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് വൈറ്റും ജീൻസും ആണ് ഉദ്ദേശിക്കുന്നത്. വൈറ്റ് ടീഷർട്ടും ജീൻസും ആണ്. അപ്പം അതെല്ലാം അങ്ങനെ രാജി വന്നതും പെട്ടെന്ന് സെലക്ട് ചെയ്ത് തന്നു. കുറുമ്പന്മാർക്ക് 2 ജീൻസും പിന്നെ വൈറ്റ് ടീഷർട്ട്, കുഞ്ഞിപ്പെണ്ണ് വൈറ്റ് ടീഷർട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഇട്ടൊക്കെ നോക്കി ഞങ്ങൾ സെലക്ട് ചെയ്തൊക്കെ കൊണ്ടിരിക്കുകയാണ്. കുറുമ്പൻ കുറച്ചുകൂടെ സൂമൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നുണ്ട്. സൂം അല്ലാതെ നോക്കുന്നുണ്ട്, ജസ്റ്റ് വെറുതെ മൊബൈലൊക്കെ ഇടുക. അതിൻ്റെ ഇടയിൽ കുറുമ്പ് കാണിക്കുന്ന വസുക്കുട്ടിയാണ് ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ കയറി വന്ന സമയത്ത് ഒരു കുഞ്ഞ് ബേബി, നമ്മുടെ ദച്ചൂസിന് നല്ല പരിചയമുള്ളവർ വന്നിട്ട് ദച്ചുവിൻ്റെ ചുറ്റും ഓടി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ദച്ചുക്കുട്ടി നിനക്ക് പരിചയമുണ്ടായിരുന്നു. അപ്പോൾ ദച്ചുവിന് നാണം വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവന് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ സംസാരിച്ചില്ല, നാണം വന്നിട്ട് ഒറ്റ ഓട്ടം ഓടി. അപ്പോൾ വീഡിയോ ഇതാ തലങ്ങും വിലങ്ങും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇതാ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ സ്റ്റുഡിയോയിൽ നിന്നാണ് ഞങ്ങൾ ജീൻസും വൈറ്റ് ടീഷർട്ടും സെലക്ട് ചെയ്തത്. എന്നിട്ട് കുറുമ്പന്മാരെ വിട്ടു. കാരണം കുറുമ്പന്മാർ ബോറടിച്ച് തുടങ്ങി. അപ്പോൾ അവർക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തപ്പോൾ വിട്ടു. ഇനി കുഞ്ഞിപ്പള്ളിയുടെ ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അച്ഛനെയും നമ്മുടെ കുട്ടീസിനെയും കൂടിയിട്ട് അച്ഛൻ്റെ കൂടെ വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് അവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ രാജി ഇതാ വൈറ്റ് ടീഷർട്ട് എനിക്കുള്ളത് സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇതാ ഞങ്ങളവിടെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇനി കുഞ്ഞിപ്പള്ളിയുള്ള കുറച്ച് ഡ്രസ്സും കൂടി എടുക്കണം. പിന്നെ രാജിൻ്റെ അനിയത്തിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് രാജിക്ക് പോവും വേണം.
അപ്പോൾ ഇവിടെ നിന്ന് വേഗം എന്താ സെലക്ട് ചെയ്തെന്ന് രാജി പോയി. അത് കഴിഞ്ഞ് ഞാൻ എന്താ ലുലു മോളിലും കൂടി വന്നു. അപ്പോൾ ഇനിയൊരു ഡ്രസ്സും കൂടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനിയൊരു യെല്ലോ കളർ ടീഷർട്ടും കൂടി ഞാൻ ലുലു മോളിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ 2 ജോഡി ഡ്രസ്സാണ് ഞങ്ങൾ ഫോട്ടോസ് ഷൂട്ടിനും മക്കുട്ടീസിന് 2 ജോഡി ഇട്ടു, ഞങ്ങൾക്കൊക്കെ 1 ജോഡി ഉള്ളൂ. അങ്ങനെ ലുലു മോളിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തു. അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ലുലു മോളിൽ പോകുന്നത് കേട്ടോ. അങ്ങനെ പോയി അവിടെ വേഗം പോയി സമയമൊന്നും കളയാതെ വേഗം പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇനി വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോകണം. അപ്പോൾ ഇനി ആ വീഡിയോ കാണാം. താങ്ക് യു.